മനമ്പത്ത ബീവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നോ മുസ്ലിം, മറിയം ബീവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നോ ഖഫർ. ഇതാ ഇസ്ലാം മതം? എന്താ വർഗീയത, ജാതീയത ആണോ? ശ്രീരാമനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനോട് മരത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ, മരത്തിനേക്കാൾ മെച്ചല്ലേ ശ്രീരാമൻ? മരത്തിന്റെ വേരിനേക്കാൾ മെച്ചല്ലേ ശ്രീരാമൻ? അല്ലേ? ശ്രീ മാതാമൃതാനന്ദമയി ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനോട് മരിച്ചുപോയ മനമ്പത്ത് ബീവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ യുദ്ധം ചെയ്യാം. മനമ്പത്തെ ബീവിയേക്കാൾ മെച്ചല്ലേ മാതാമൃതാനന്ദമയി ദേവി? കാരണം മനമ്പത്തെ ബീവി ആരാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതാരാന്ന് നമുക്കറിയാം. കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവിടെ കാണുന്നുണ്ട് നമ്മൾ, ഇല്ലേ? ഇല്ലേ? ഉണ്ട്. ഇതാണോ ഇസ്ലാം? ഇതാണോ NDF? ഇതാണോ സിമി? ഇതാ പ്രതിരോധം? ഇതാ ഇസ്ലാം മതം? ഇതാ അല്ലാഹു അക്ബർ? അല്ല. ഇത്രയുള്ളൂ വിഷയം. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ആരോട് യുദ്ധം ചെയ്തു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഭാഗത്തു നിന്നു? അബൂജഹൽ ഏത് ഭാഗത്തു നിന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പക്ഷത്തു നിന്നു. അബൂജഹൽ ഇസ്ലാമിന്റെ പക്ഷത്തു നിന്നോ? ഇല്ല. പിന്നെയോ കുഫറിന്റെ ശിർക്കിന്റെ പക്ഷത്തു നിന്നു. എന്താ അബൂജഹലിന്റെ വിശ്വാസം? ഇബ്രാഹിം നബി പടച്ചോനാണോ? അല്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പടപ്പാണ്. അള്ളാഹുവിങ്കിലേക്ക് അടുക്കുവാൻ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് അവര് ഞങ്ങളെ അള്ളാഹുവിങ്കിലേക്ക് അടുപ്പിക്കുമെന്നതുകൊണ്ടാണ്. ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, ഇവർ അള്ളാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശകന്മാരാണ്. അല്ലേ? സ്വയം കഴിവാർക്ക അള്ളാഹ്ക്ക് മാത്രം. അപ്പോൾ അള്ളാഹുവിങ്കലേക്ക് അടുക്കുവാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വിളിച്ചു പ്രാർത്ഥിച്ചവർക്കെതിരെ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്നവരുടെ പട്ടാളമാണ് ഇസ്ലാമിന്റെ പട്ടാളം. NDF നിൽക്കുകയാണെങ്കിലോ, സിമി നിൽക്കുകയാണെങ്കിലോ? അപ്പോൾ അബൂജഹൽ ആരുടെ ഭാഗത്ത് കൂടും? അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ആരുടെ ഭാഗത്തുണ്ടാകും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗത്തുണ്ടാവോ? ഇല്ല. അതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കസേരയിൽ സാമിരി കയറിയിരിക്കും. മുഹമ്മദ് നബിയുടെ കസേരയിൽ അബൂജഹൽ കയറിയിരിക്കും. കേരളത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഒരു പ്രതിനിധിയെ വേണമെന്ന് പറഞ്ഞാൽ വന്നാൽ കേരള സമൂഹം അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതനെ കൊടുക്കുവോ? അതല്ല അള്ളാഹുവിങ്കലെ കടുക്കുവാൻ മൊഹീദ്ദീൻ ശേഖനെ, റിഫായി ശേഖനെ, മമ്പറന്തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഷേഖുനമാരെ, ശംസുമാരെ, കമറുമാരെ, താജുമാരെ കൊടുക്കുവോ? സംശയമില്ല, അശ്ർക്ക് ചെയ്യുന്നവരെ കൊടുക്കുള്ളൂ. ഇതാണോ ഇസ്ലാം മതം? ഈ സമുദായത്തിന് വേണ്ടിയാണോ ജിഹാദ്? ഈ സമുദായത്തിന് വേണ്ടിയാണോ ആയുധ പരിശീലനം? അല്ല. അപ്പൊ പിന്നെ നമ്മുടെ സാമൂഹിക ചട്ടക്കൂടം നുടച്ചു വാർക്കുക, ആർക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് തീരുമാനിക്കുക, ആർക്ക് വേണ്ടി ജിഹാദ് ചെയ്യണമെന്ന് തീരുമാനിക്കുക, പ്രതിരോധം ആർക്ക് വേണ്ടിയാകണം തീരുമാനിക്കുക, എന്നിട്ട് തീരുമാനിക്കാം പ്രതിരോധം വേണോ വേണ്ടേന്ന്. യുദ്ധം ആർക്ക് വേണ്ടി ചെയ്യണം, ആരോട് ചെയ്യണം, ആർക്കെതിരെ ചെയ്യണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? വ്യക്തമാണ്. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ ആ സൈന്യത്തിലുള്ളൂ. കേരളത്തിലെ മാപ്പിളാര് കൂടി ഒരു സൈന്യം ഉണ്ടാക്കുകയാണെങ്കിൽ മുന്നിലാരുണ്ടാകും? ഉസ്താദ് കാന്തപുരം, ചെറുശ്ശേരിയും, പിന്നെ ജമാഅത്തെ ഇസ്ലാം, പിന്നെ NDF, സിമി. ഇതിന്റെ ബാക്കിലുണ്ടാവും മുജാഹിദ് പ്രസ്ഥാനം. അത്രയുള്ളൂ സ്ഥാനം കൊടുത്തിട്ടുള്ളൂല്ലോ. അല്ലേ? ഇതാ വേണ്ടത്. പ്രസ്ഥാനം ഏതോ പോട്ടെ, ആശയം പറയാ. അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അവസാന സ്ഥാനം, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് മുന്നിൽ സ്ഥാനം. എന്നിട്ടോ തമ്മിലല്ലേ യുദ്ധം ചെയ്യുന്നത്? ഈസാ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കെതിരെ മൊഹീദ്ദീൻ ശേഖനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ബോംബെറിയേ. കൊടും ക്രൂരതയല്ലേ ഇത്? അവനവനെതിരെ. മക്കത്താണെങ്കിൽ ബിംബാന്നെങ്കിലും വിചാരിക്കാം. ഇതതുമല്ലല്ലോ. ഇത് ബഹുമാനപ്പെട്ട ഖബറിസ്ഥാനല്ലേ, ജാറമല്ലേ, ദർഗയല്ലേ, മക്കാമല്ലേ? അവിടെയല്ലേ നമ്മുടെ ശംസുമാരും കമറുമാരും വന്ന് പിന്നെ സമ്മേളനം നടത്തുന്നത്, ദുആ സമ്മേളനം നടത്തുന്നത്. അവിടേക്കല്ലേ നമ്മുടെ മഅദനി സാഹിബ് ഇവിടെയുള്ള കാലത്ത് മാസം തോറും ആന്ധ്രയിൽ അവിടെ എങ്ങാനുമുള്ള ഒരു ജാറത്തിലേക്ക് മുപ്പര് പോകുമായിരുന്നു എല്ലാ മാസവും. മാസത്തിലൊരിക്കൽ. എന്തിന് മനസ്സിലാക്കണം. അപ്പോ ഈ സമൂഹം തമ്മിൽ മുഖാമുഖം യുദ്ധം ചെയ്യേ. ഇതാണോ ഇസ്ലാം പഠിപ്പിച്ച ജിഹാദ്? അല്ല. അപ്പൊ നമ്മളൊന്ന് ഉടച്ചു വാർക്കുക. അപ്പൊ NDF നമ്മൾ തീരുമാനിക്കുക, അള്ളാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുമായിട്ട് മാത്രമാണ് ഈ ജിഹാദ്.
അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരൊക്കെ ഈ ജിഹാദ് ചെയ്യാൻ പറ്റുള്ളൂ. അവരെയാണ് സംരക്ഷിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ സംരക്ഷിക്കാനാണോ യുദ്ധം ചെയ്തത്? അല്ല, അവരെ കൊല്ലാനാണ് യുദ്ധം ചെയ്തത്. അവരെ കൊല്ലാനായി. ഇനി മുസ്ലിങ്ങൾ എന്ന നിലക്ക് ഈസാ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുമായി സന്ധി ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ. അങ്ങനത്തെ സന്ധിയാണോ NDF ഉണ്ടാക്കിക്കുന്നത്? ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാ. നിങ്ങൾ വേറെ ജാതിയാണ്, മൊയ്തീൻ ശേഖനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ശരി, നിങ്ങൾ ഞങ്ങൾക്ക് കപ്പം തരികയാണ്, സക്കാത്ത് തരണ്ട. സക്കാത്ത് പറ്റൂലല്ലോ. ഇല്ല, കപ്പം തരികയാണ്, നിങ്ങളെ ഞങ്ങള് സംരക്ഷിച്ചോളാം. അങ്ങനെ കരാർ എഴുതിണ്ടാക്കിയതാ? അല്ല. ഈ വായിദൂലഹും മസ്തതഅത്തും മിൻ ഖുവ്വത്തിൻ എന്നുള്ള ആയത്ത് മാത്രമേ ഖുർആനിലുള്ളൂ. സന്ധിയുടെ ആയത്തുകളൊന്നും ഇല്ലേ? ഉണ്ട്. എന്നാ അതൊന്നും എടുക്കി നമ്മൾ ചർച്ച ചെയ്യാം. വ്യക്തമാണ്, മുജാഹിദ് പ്രസ്ഥാനമാണ് ദീനിന്റെ പേരിൽ തല്ലുകൊണ്ട പ്രസ്ഥാനം. ദീനിന്റെ പേരിൽ, തൗഹീദിന്റെ പേരിൽ. അതുകൊണ്ട് തൗഹീദിന്റെ പേരിൽ യുദ്ധം ചെയ്യാൻ നമ്മൾ റെഡിയാണ്. ആരുമായി യുദ്ധം ചെയ്യാൻ റെഡിയാണ്. പക്ഷേ അത് അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചതാകണം. അല്ലേ? ഈ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം തൗഹീദിന്റെ പേരിൽ തല്ലുകൊണ്ട ഒരു സംഭവം പറയാമോ? തൗഹീദിന്റെ പേരിൽ തല്ലുകൊണ്ട ഒരു സംഭവം പറയാമോ? അത് മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പൂനൂർ അബൂബക്കർ ഹാജിയെ കൊന്നത് തൗഹീദിന്റെ പേരിലാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ തൗഹീദിന്റെ പേരിൽ തല്ലുകൊണ്ടിട്ടുണ്ട്, കല്ലേറ് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സ്ഥാപനങ്ങൾ എറിഞ്ഞു പൊളിച്ചിട്ടുണ്ട്, ബോംബെറിഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ശരിയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് തൗഹീദിന്റെ പേരിൽ മുസ്ലിം സമൂഹം മൊത്തത്തിൽ ഒറ്റപ്പെട്ടിട്ടില്ല, ആക്രമിക്കപ്പെട്ടിട്ടില്ല, പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. കാരണം അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ തെരഞ്ഞു പിടിച്ചു കൊല്ലണം. അവർക്ക് മാർക്കിടണം. ബോംബെയിൽ, ഗുജറാത്തിൽ ഉണ്ടോ? ഗോത്രയിൽ ഉണ്ടോ? ഇല്ല. പിന്നെന്താ? മാപ്പിള സമുദായം. അല്ലേ? ഇവിടെയാണ് വിഷയം. അള്ളാഹു, അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, പറയൂ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. അപ്പോ മക്കത്തെ മുശ്രിക്ക് എന്താ പറഞ്ഞത്? അല്ല, ഇബ്രാഹിം നബിയെ വിളിച്ചു പ്രാർത്ഥിക്കണം. അപ്പോൾ അബൂജഹലെങ്ങാനും ഇവിടെ വന്നാൽ അബൂജഹലിന്റെ ഭാഗത്ത് നിന്ന് ആരുണ്ടാവും? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോ അത് പാടില്ല എന്ന് കാന്തപുരം പറയോ? ചെറുശ്ശേരി പറയോ? NDF പറയോ? അബൂജഹൽ വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അത് പാടില്ല എന്ന് പറയോ? അത് പറയാൻ ഈ മുജാഹിദ് പ്രസ്ഥാനം മാത്രമേ ഉണ്ടാവുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി എന്ത് പറയും? അത് ശാഖാപരമാണ്, അത് വ്യാഖ്യാനപരമാണ്. പിന്നെയോ പ്ലാച്ചിമടയാണ് അടിസ്ഥാനപരം, കൊക്കക്കോളയാണ്, എക്സ്പ്രസ് വേ ഹൈവേ ആണ് അടിസ്ഥാനം. ഇല്ലേ? അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ജിഹാദല്ല, ഇത് പ്രതിരോധമല്ല. അപ്പോ പിന്നെ വഅയ്ദൂലഹും മസ്തതഅത്തും മിൻ ഖുവ്വത്തിൻ വമിൻ റിബാത്തിൽ ഖൈലി തുർഹിബൂന ബിഹി അദുവല്ലാഹി വഅദുവക്കും എന്ന ആയത്തില്ലേ? ഉണ്ട്. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ ആയുധ ശേഖരണം നടത്തണം. വഅയ്ദൂലഹും, അവർക്കെതിരെ. ആർക്കെതിരെ? ഇബ്രാഹിം നബിയെ വിളിച്ചു പ്രാർത്ഥിച്ചവർക്കെതിരെ. ശരി, ആ ആയത്തനുസരിച്ച് നമ്മൾ ഇന്ന് കേരളത്തിൽ ആയുധ പരിശീലനം നടത്തുകയാണെങ്കിൽ ആർക്കെതിരെ ആയിരിക്കണം? അങ്ങനെ ആവശ്യം വന്നാൽ മൊയ്തീൻ ശേഖനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കെതിരെ ഒന്നാമതായി, ഈസാ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കെതിരെ രണ്ടാമതായി, മൂന്നാമതായിട്ടല്ലേ ശ്രീരാമനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കെതിരെ. എന്താ ഓരോട് മാത്രം ദേഷ്യങ്ങൾക്ക്? എന്താ അവരോട് മാത്രം? അതും ശിർക്ക്, ഇതും ശിർക്ക്. അല്ല, ഇബ്രാഹിം നബിയെ വിളിച്ചു പ്രാർത്ഥിച്ചത് തൗഹീദാണോ? അല്ല. പിന്നെ എങ്ങനെയായി മൊഹീദ്ദീൻ ശേഖിനെ വിളിച്ചു പ്രാർത്ഥിക്കൽ തൗഹീദാവുന്നത്? നമ്മൾ വർഗീയത പറ്റുമോ? ജാതീയത പറ്റുമോ? ഇല്ല. അവിടെയാണ് വിഷയം. അപ്പോൾ വഅയ്ദുലഹും അവിടെയാണ് ഒന്ന്. രണ്ട്, തുർഹിബൂന ബിഹി അദുവല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രുവിനെ നിങ്ങൾ അതുകൊണ്ട് ഭയപ്പെടുത്തണം. അപ്പൊ എന്ത് വേണം? നമുക്ക് പോലീസിനെ കാണുമ്പോ പറക്കല്ലേ? നമുക്ക് പേടിയുണ്ടാകാനല്ല ഇത്, ശത്രുക്കൾക്ക് പേടിയുണ്ടാകാനാ. ഇന്ത്യ മഹാരാജ്യത്ത്, നിയമം ഉള്ള രാജ്യത്ത്, നിയമം, ഭരണഘടനയും നിയമവും ഉള്ള രാജ്യത്ത്, പോലീസ് സ്റ്റേഷൻ മുതൽ സുപ്രീം കോടതി വരെയുള്ള രാജ്യത്ത് കറിക്ക് നുറുക്കാനുള്ള കത്തിയല്ല ഇത്, കൈക്കോട്ടല്ല, കോടാലിയല്ല ഇത്. പിന്നെയോ ഇത് ഓരെ പേടിപ്പിക്കാനുള്ള ആയുധ, ബോംബാണ്, തോക്കാണ്. അത് കൊണ്ടു കിടക്കണമെങ്കിൽ
എന്തു വേണം?